എങ്ങനെ ഇങ്ങനെയാണ് ഞാനല്ലേ ആ ജെയിംസ് പറയടാ. അതെ ഓരോ ദേത്തി അവനൊരു ഗവാസ്കർ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് തുള്ളാതിരിക്കും മനുഷ്യ, പിള്ളേര് കളിക്കട്ടെന്ന്. എന്താ അവിടെ ഒരു ലവ് സീൻ? നീ പോടി. എന്താ നന്ദനുണ്ണിയെ, പനി കുറഞ്ഞില്ലേ? പരീക്ഷണാർത്ഥം പ്രശസ്തനായ നന്ദൻ വൈദ്യർ തയ്യാറാക്കിയ കഷായം നന്ദൻ വൈദ്യർ തന്നെ കുടിച്ചോ ആവോ? അതെ, നിങ്ങൾ അവനെ വെറുതെ കളിയാക്കി ഒന്നും വേണ്ട. നിങ്ങൾ ഇപ്പോഴും പയർമണി പോലെ ഇരിക്കുന്നതേ എന്റെ അച്ഛന്റെ കഷായക്കൂട്ട് കൊണ്ട് തന്നെയാ. ഗോവിന്ദമേരെ മഹാത്മൊന്നും വിസ്തരിക്കണ്ട. അങ്ങേര് തന്ന എണ്ണ തേച്ചിട്ട് എന്റെ തല ഇതേപോലെ ആയത്. അതെന്റെ അച്ഛൻ തന്നെ എണ്ണ തേച്ചിട്ടൊന്നും അല്ല ഇങ്ങനെ. നിങ്ങളുടെ അമ്മ ഉരുളി കമത്തിയിട്ടാ നിങ്ങൾ ഉണ്ടായേ, അതാ തല ഇങ്ങനെ ഇരിക്കുന്നേ. എന്താ വല്യച്ഛ, പനി മാറിയോ? നീ നോക്കിക്കോ, ഞാനൊരു പുതിയ കൂട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് കൊറേ കേട്ടതാ. അച്ഛാ വേണ്ട, ഞാനൊരു കൂട്ടുകൂട്ടിയ അച്ഛന്റെ കാര്യം പോക്കാട്ടോ. അയ്യോ എന്റെ പൊന്നു വൈദ്യശിരോമണി, ഒരു 19 കൊല്ലെങ്കിലും ജീവിക്കണം എന്നുണ്ട്, ചതിക്കരുത്. ഇവന് എവിടെ പോയി കിടക്കുവാ? ദേവനെത്തി. എന്താടാ? എന്താ ഒന്നും നടന്നില്ല. നാണോ ഇല്ലല്ലോടാ, കുഴിയിൽ കാലിലിട്ടിരിക്കുന്ന ഒരു തലയിടത്തുനിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ദേ ഓവറാക്കണ്ട, നിർത്ത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ, നമ്മള് പറഞ്ഞിട്ട് അവര് സാധനം കൊണ്ടുവരുന്നേ, അത് നല്ല 1-ാം തരം ഇടുക്കി ഗോൾഡ്. മോനെ, നമ്മള് പൈസ കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളെ പൊരിക്കും. എടാ ഇതിപ്പോ നിങ്ങളെല്ലാരും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമല്ല, അപ്പൊ കാശ് ഇടുമ്പോഴും നിങ്ങളെല്ലാരും കൂടെ ഷെയർ ചെയ്യണം. എന്താ ശരിയല്ലേ? ഒരു വലിയ ബാർ മുതലാളുടെ മോൻ, നിനക്കിത് പറയാൻ നാണില്ലല്ലോടാ. നിർത്ത്, തർക്കിക്കണ്ട. ഞാൻ അവന്മാരോട് വിളിച്ച് സാധനം നാളെ കൊണ്ടുവരാൻ പറയാം. അപ്പോഴത്തേക്ക് എല്ലാവരും ഷെയർ കൊണ്ടുവന്നാ മതി. ഡീൽ? ഡീൽ.